ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ് അവളുടെ ഗർഭാവസ്ഥ. ചിലരുടെ മുടി വല്ലാണ്ട് കട്ടികൂടാം, ചിലപ്പോൾ മുടി വല്ലാണ്ട് വരണ്ട് പാറിപ്പറന്ന് കിടക്കാം, ചിലർക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടാകാറുണ്ട്. ഗർഭാവസ്ഥയിലും പ്രസവശേഷവുമുള്ള ആഹാരശീലങ്ങളുടെയും നല്ലൊരു ഹെയർ കെയറിങ്ങിലൂടെയും നമുക്ക് മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാവുന്നതാണ്. സ്കാൽപ്പിന് ശ്രദ്ധ കൊടുക്കുന്നത് പോലെ തന്നെയാണ് മുടിയുടെ അറ്റവും നന്നായി കെയർ ചെയ്യണം. മുടിയുടെ തുമ്പ് പിളരുന്നതും പൊട്ടുന്നതും ഒഴിവാക്കാനായി മുടിയുടെ അറ്റം ഇടയ്ക്കിടെ മുറിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഗർഭാവസ്ഥയിൽ മുടിയുടെ ടെക്സ്ചറിന് മാറ്റം വരുന്നതിനാൽ മുടി ഇടയ്ക്കിടെ മുറിച്ചു കൊടുക്കാം. ഇതിന് നിങ്ങളുടെ പാർട്ണറുടെ സഹായം തേടാം. ഗർഭാവസ്ഥയിൽ ഹോർമോൺ ചേഞ്ച് മുടിയുടെ വളർച്ചയെ വല്ലാണ്ട് ബാധിച്ചേക്കാം. അതിനെ ആദ്യം തന്നെ മുടിയുടെ സ്വഭാവം മനസ്സിലാക്കി ആവശ്യമായ കരുതൽ നൽകേണ്ടതാണ്. മാനസിക സമ്മർദ്ദം മുടി കൊഴിച്ചിൽ ഇരട്ടിയാക്കും. ഹോർമോൺ ചേഞ്ച്, മൂഡ് സ്വിങ്സ് മുടിയുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഫ്രീ ആയി നിൽക്കാൻ മാക്സിമം ശ്രമിക്കാവുന്നതാണ്. താരൻ, മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവൽ, ഉള്ളില്ലായ്മ എന്നിങ്ങനെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സൊല്യൂഷനാണ് ധാര ഹെയർ ഓയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ധാരയുടെ പേജ് വിസിറ്റ് ചെയ്യുക. റിവ്യൂസ്, ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾക്ക് പേജിൽ കാണാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക.